അടുത്ത ടോപ്പിക്കാണ് പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് വെച്ചാൽ എ വെർട്ടെക്സ് വിത്ത് ഡിഗ്രി 1 ഈസ് കോൾഡ് ആസ് എ പെൻഡൻറ്റ് വെർട്ടെക്സ്. അതായത് ആ വെർട്ടെക്സിലേക്ക് ആകെ ഒരു എഡ്ജ് മാത്രമേ ഇൻസിഡൻ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള വെർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് പെൻഡൻറ്റ് വെർട്ടെക്സ്. ഈ മുകളിലെ ഫിഗറിൽ V6 ആണ് പെൻഡൻറ്റ് വെർട്ടെക്സ്, കാരണം അതിലേക്ക് ആകെ ഒരു എഡ്ജേ ഇൻസിഡൻ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അടുത്തതാണ് റെഗുലർ ഗ്രാഫ് എന്താണെന്നുള്ളത്. റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ് ഇൻ വിച്ച് ഓൾ വെർട്ടീസസ് ആർ ഓഫ് ഈക്വൽ ഡിഗ്രി. ആ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രി സെയിം ആയിരിക്കും. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. 2 റെഗുലർ ഗ്രാഫിലെ ട്രയാങ്കിൾ നോക്കിയോ, ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 2 ആണ്, കാരണം 2 എഡ്ജസ് ആണ് അതിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എ റെഗുലർ ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് ഓൾ വെർട്ടീസസ് ആർ ഓഫ് ഈക്വൽ ഡിഗ്രി. അതുപോലെ തന്നെ ഒരു ഗ്രാഫിനെ കെ റെഗുലർ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഡിഗ്രി കെ ആവുമ്പോഴാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. 1 റെഗുലർ ഗ്രാഫ്, അതിലെന്താണ് ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 1 ആണ്. 2 റെഗുലർ ഗ്രാഫ് എന്ന് വെച്ചാൽ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 2 ആണ്. അതാണ് ഈ ട്രയാങ്കിളും സ്ക്വയറൊക്കെ വന്നിട്ടുള്ളത്. അടുത്തത് 3 റെഗുലർ ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിളാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ വെർട്ടെക്സിലോട്ടും 3 എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ടുണ്ട്. ഇതിനേക്കാളും സിമ്പിൾ 3 റെഗുലർ ഗ്രാഫ്സും നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ റെഗുലർ ഗ്രാഫ് ഓഫ് ഡിഗ്രി 4. അപ്പോൾ ഡിഗ്രി 4 വെച്ചിട്ട് ഒരു റെഗുലർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 4 ആയിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഗ്രാഫിൽ സെൽഫ് ലൂപ്സും കൂടെ അറ്റാച്ച് ചെയ്യുന്ന വെർട്ടീസസിൻ്റെയും ഡിഗ്രി 4 ആണ്, അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വെർട്ടീസസിൻ്റെയും ഡിഗ്രി 4 ആണ്. സെക്കൻഡ് ഗ്രാഫ് അതുപോലെ തന്നെയാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെർട്ടെക്സിൽ നിന്നും 4 എഡ്ജസ് വെച്ചിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ റെഗുലർ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാ വെർട്ടെക്സിനും അതേ ഡിഗ്രി വരുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിക്കാം. ഇനി അടുത്തതാണ് നൾ ഗ്രാഫ് അല്ലെങ്കിൽ എംറ്റി ഗ്രാഫ്, ട്രിവിയൽ ഗ്രാഫ്. ഈ മൂന്നും സെയിം ആണ്. കൂടുതലും നമ്മൾ നൾ ഗ്രാഫ് എന്നാണ് വിളിക്കുക. നൾ ഗ്രാഫ് എന്ന് വെച്ചാൽ എ ഗ്രാഫ് ഇൻ വിച്ച് ദ എഡ്ജ് സെറ്റ് ഈസ് എംറ്റി. എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല, വെർട്ടീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് സെറ്റ് V1, V2, V3, V4 ഇങ്ങനത്തെ ഐസൊലേറ്റഡ് വെർട്ടീസസ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു നൾ ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിന് എഡ്ജ് കണക്ഷൻ ഉണ്ടാവില്ല, വെർട്ടെക്സ് സെറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നൾ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആയിരിക്കും. ഇതിൻ്റെ വേറെ പേരാണ് ഈ പറഞ്ഞ എംറ്റി ഗ്രാഫ് അല്ലെങ്കിൽ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു തിയറമാണ് നമ്മുടെ ഗ്രാഫ് തിയറിയിലെ ഫസ്റ്റത്തെ തിയറാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിഗ്മ ഡിഗ്രി ഓഫ് Vi ഈക്വൽ ടു 2e. അതായത് ദ സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ദ വെർട്ടീസസ് ഇൻ എ ഗ്രാഫ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രി, ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി മാത്രമല്ല എല്ലാ വെർട്ടീസസിൻ്റെ ഡിഗ്രിയും സമ്മ് ചെയ്താൽ അത് എഡ്ജസിൻ്റെ ട്വൈസ് ആയിരിക്കും, നമ്പർ ഓഫ് എഡ്ജസിൻ്റെ ട്വൈസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ തിയറി എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാ വെർട്ടീസസിൻ്റെയും ഡിഗ്രിയുടെ സമ്മ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസിൻ്റെ ട്വൈസ് ആയിരിക്കും എന്നാണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് സിമ്പിളാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഓൺവേർഡ്സിലാണെങ്കിൽ ഇത് എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു എഡ്ജ് എടുത്താലും ആ ഒരു എഡ്ജിന് 2 വെർട്ടെക്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ EK എന്ന് പറഞ്ഞ എഡ്ജ് വെർട്ടെക്സ് VA VJ ആണെങ്കിൽ EK VAയുടെ ഡിഗ്രി 1 കോൺട്രിബ്യൂട്ട് ചെയ്യും, VJയ്ക്കും ഒരു ഡിഗ്രി 1 കോൺട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ആൻ എഡ്ജ് കോൺട്രിബ്യൂട്ട്സ് ഡിഗ്രി 2 ടു ഇറ്റ്സ് ഡിഗ്രി. അതുപോലെ തന്നെ സെൽഫ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും സെയിം ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ആൻ എഡ്ജ് ഇൻ എ സെൽഫ് ലൂപ്പ് ഈസ് 2 ആയിരിക്കും. അപ്പോൾ സിഗ്മ ഡിഗ്രി ഓഫ് V ഈക്വൽ ടു 2e. ഫസ്റ്റത്തെ കണ്ടീഷനിൽ സിഗ്മ ഡിഗ്രി ഓഫ് V എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 + 1 2 ആണ്, ഈക്വൽ ടു 2e. നമ്പർ ഓഫ് എഡ്ജസ് 1 ആണ്, 2 × 1, അതായത് 2 ഈക്വൽ ടു 2. LHS ഈക്വൽ ടു RHS ആണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് since each edge has 2 end vertices, it contributes 2 to the sum of degrees. എല്ലാ എഡ്ജിനും 2 വെർട്ടീസസ് ഉണ്ടാകും, 2 വെർട്ടെക്സിനും ഡിഗ്രിയും കൊടുക്കും. When the degrees of vertices are counted, each edge is counted twice. Hence sigma degree of Vi equal to 2e. അതായത് ഒന്നുകൂടെ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത് 2 വെർട്ടീസസിൻ്റെ ഡിഗ്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു സെൽഫ് ലൂപ്പിൻ്റെ കേസിൽ ഇനീഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും സെയിം ആയതുകൊണ്ട് ആ എഡ്ജും ഈ ഡിഗ്രി ഓഫ് വെർട്ടെക്സിലേക്ക് 2 കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം സിഗ്മ ഡിഗ്രി ഓഫ് Vi ഈസ്
twice the number of edges as each edge contributes 2 to the degree of the vertices, thus proved എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഈവൻ ആൻഡ് ഓഡ് വെർട്ടീസസ് ആണ് വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.